നമുക്കൊരു നാണം കെട്ട വാർത്തയിലേക്ക് പോവാട്ടാ. എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നത് എന്നുള്ളതാണ്, ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നിവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. എല്ലാം കഴിഞ്ഞ് ഇനി ഇതും കൂടിയേ ബാക്കിയുണ്ടായിട്ടുള്ളൂ. നമുക്ക് വേറൊന്നും കൂടി കേൾക്കാം. ഈ സമീപകാലത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഷെയ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങൾ ഏറെ വളരെ വലുതാണ്, അത് ചെറുതൊന്നുമല്ല, വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിൽ ആണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഹരികുമാർ പറയുന്നത് ജീവനോടെ കിണറ്റിലിട്ടു എന്നതാണ്. അയാളുടെ പ്രകൃതം സാധാരണ രീതിയിൽ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ശ്രീധുവിന്റെ പ്രകൃതി കടം വാങ്ങുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടക്കുന്നതൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞത് ശ്രീധുവിനിപ്പോൾ ഒരു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു 3 വർഷക്കാലമേ ആകുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷേ ശ്രീധുവിനെ കിട്ടിയത് ദേവസ്വം ബോർഡിൽ കിട്ടിയ സ്ഥിരം ജോലിയാണെന്നല്ല ഞങ്ങളിപ്പോൾ കേൾക്കുന്നത്, താൽക്കാലിക ജോലിയാണ്, അത് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടുള്ള ആളല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 10 രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. ഹരികുമാറിന് അങ്ങനെ ഒരു മെൻ്റലിൻ്റെ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രത്തിൽ ഈ ഉത്സവ ചടങ്ങുകൾക്കൊക്കെ ഇപ്പോൾ ഈ പഞ്ചവാദ്യം അടിക്കാൻ പോകുന്ന ഒരാളാണ് അയാൾ. കൃത്യമായി ക്ഷേത്രത്തിലെ ആ ചടങ്ങുകൾക്ക് കൃത്യമായി ആരും പറയാതെ അടിച്ചു കൊടുക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. പിന്നെ ശകലം ശരീരപ്രകൃത വളർച്ചയിൽ പണ്ടേ അയാൾ ഇത്തരം ഒരു രോഗമുള്ളതുപോലത്തെ ഒരു വളർച്ച കുറവാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവിക്കുന്ന മനസ്സ് ഇന്നുവരെ ഒരു കുട്ടിയെപ്പോലും നുള്ളിയതായി ഈ സംഭവത്തിൽ ഇപ്പോൾ പറയുന്നത് വരെയും അങ്ങനെ ഒരു കേസോ ഒരു പരാതിയോ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഹരികുമാർ സഹോദരിക്ക് വേണ്ടി കള്ളം പറയുകയായിരിക്കും, അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ ന്യൂസെല്ലാം കേൾക്കുമ്പം ആ സഹോദരൻ എന്ന് പറയുന്ന ചങ്ങായി അല്ല ഇതിന് കാരണക്കാരെ, ഈ സ്ത്രീയാണ് കാരണക്കാരി എന്ന് എനിക്ക് തോന്നുന്നുട്ടാ. കാരണം ഈ നാട്ടുകാർ പറയുന്ന ഈ ന്യൂസെല്ലാം കേൾക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇത് ഏകദേശം ആ വഴിക്കാണ് പോകുന്നത് കേട്ടോ.